നമസ്കാരം, ഞാൻ 6th ബിയിൽ നിന്നും ഹിബ അൻസാരി. MGM റേഡിയോ ക്ലബിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യത്വത്തിനും മണ്ണിനും ഭൂമിക്കും വേണ്ടി സന്ധിയില്ലാ സമരം നടത്തി ജീവിതകാലം മുഴുവനും പോരാടിയ കവയത്രിയാണ് സുഗതകുമാരി. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് കവയത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു കത്താണ്. സ്നേഹപൂർവം അമ്മ. മയക്കുമരുന്നിൻ്റെ പിടിയിൽപ്പെട്ട് താളം തെറ്റുന്ന യുവ മനസ്സുകൾക്കായി ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ ചിലത് കുറിക്കുകയാണ് സുഗതകുമാരി. കുഞ്ഞുമോനെ, നിന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗ ആശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി. ഡോക്ടർ വാർഡിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലും എല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെയുള്ള വിളി. അമ്മ ഞെട്ടിത്തെറിച്ചു പോയി. മോനെ, നിന്റെ ശബ്ദമായിരുന്നു അത്. ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു. വെളുത്തു നിവർന്ന ഒരു 18കാരൻ. നിന്റെ അതേ മട്ട്, അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും. പക്ഷേ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്തു ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനനായി അവൻ അഴികൾക്കിടയിലൂടെ എന്റെ നേർക്ക് കൈനീട്ടി ഉറക്കി കരയാൻ തുടങ്ങി. അമ്മേ അമ്മേ, അമ്മ പോവല്ലേ, എന്നെ വിട്ടിട്ട് പോവല്ലേ. ഞാൻ ആ നീട്ടിയ കൈ പിടിച്ചു. കരയല്ലേ മോനെ എന്ന് ആശ്വസിപ്പിച്ചു. എന്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു. അവിടെ നിന്ന ഒരു ആശുപത്രി ജോലിക്കാരൻ പറഞ്ഞു, ഈ കൊച്ചൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു. ഒരു വലിയ പാട്ടുകാരനാ. ഓക്കെ തുലച്ചു. ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല. പെട്ടെന്ന് അവന്റെ ഭാവം മാറി കരച്ചിൽ നിന്നു. പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിൽ തലയിട്ടിടിക്കാൻ തുടങ്ങി. അരുതേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയി. ആശുപത്രി ജീവനക്കാർ എന്നെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു. അപ്പോഴും അവന്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. അമ്മേ, പോകല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യ. തീ പിടിക്കുന്നു, തീയ് തീയ്. അയ്യോ, ഒരു ഷോട്ട്, ഒന്നു മാത്രം മതിയമ്മേ. ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു. കുഞ്ഞുമോനെ, നിന്നെപ്പോലൊരു കുട്ടിയാണവൻ. 18 വയസ്സിന്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ. അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ. മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ. ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ്. കുടുംബം പോറ്റേണ്ടവനാണ്. അവനിതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ മുണ്ടെടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ടു നിൽക്കുന്നു. ഈ കുട്ടിയെപ്പോലെ 10,000-കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ, ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയിലാണ്. താൻ കുട്ടിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന് ഭാവിക്കലാണ് തുടക്കം. പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ. പുകയിലയിലെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാൽ ഒന്നും വില പോകുന്നില്ല. തുടക്കം പുകവലിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. പിന്നീട് മദ്യമായി. വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് ഒരു പതയുന്ന ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താൻ ഒരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു. പുകയിലെയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരും. ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലോകത്തേക്ക് നീങ്ങിത്തുടങ്ങുന്നു. പുകയായും പാനീയമായും കുത്തിവെക്കലുമായും ഒക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ്. എന്നാൽ അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും, ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും. നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്നു. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമ. അവന്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങിത്താഴുന്നു. ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ്.
ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്ന കുത്തകക്കാർ, വിദേശ മാഫിയ സംഘങ്ങൾ, ഗവൺമെന്റും പോലീസും ഇവരുടെ മുന്നിൽ നിസ്സഹായരാകുന്നു. മോനെ, മദ്യത്തിന്റെയും പുകവലിയുടെയും പരസ്യങ്ങൾ എങ്ങും കാണാം. നിങ്ങൾ കുട്ടികൾ നടക്കുന്ന വഴികളിൽ മുഴുവനും ചതിക്കുഴികളാണ്. നിങ്ങളെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല കുഞ്ഞെ. അച്ഛനമ്മമാർക്കോ അധ്യാപകർക്കോ ഭരണകൂടത്തിനോ ഒന്നും നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അമ്മ എവിടെയോ വായിച്ചു, മയക്കുമരുന്ന് കുത്തിവെച്ച് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുക പതിവാണത്രേ. നിന്റെ തലമുറ ഇത്ര വിഡ്ഢികളായിക്കൂടാ കുഞ്ഞെ. സ്വയം നാശത്തിന്റെ പാതയിലൂടെ നിങ്ങൾ വേച്ച് നടന്നുകൂടാ. ഇന്ത്യയിൽ വലിയ ശതമാനം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞു. ഓർത്തു നോക്കൂ, നിന്നെപ്പോലെ ചൈതന്യമുള്ള കുട്ടികളാണ്. ബുദ്ധിക്ക് മാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി, കുറ്റവാളികളായി, മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത്. ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരം പോക്കിൽ നിന്ന്. തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്കും കഴുത്തിൽ കയറ് കുരുങ്ങി മുറുകിക്കഴിഞ്ഞിരിക്കും. മോനെ, നിവർന്ന നട്ടലോടെ, ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, ശുദ്ധനായി, അഭിമാനിയായി വളർന്നു വരാൻ എന്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ. അത് കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്കും നിന്റെ പെറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന എന്ന് സ്നേഹപൂർവ്വം അമ്മ. നന്ദി, നമസ്കാരം.